ഒട്ടുക്കത്തെ വെയിലായിട്ടോ. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ വെയിലാണ്, ഞങ്ങൾക്ക് നല്ലോണം അറിയാം. എന്നിട്ടും ഞങ്ങൾ ഇവിടെ വന്നു. എന്തിനാന്നോ എന്തോ ഈ വെയിലത്ത് കിടന്ന് പുഴുങ്ങാനായിട്ട് ഞങ്ങൾ പിന്നെ ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ്. അയ്യോ നല്ല സുഖമുണ്ട് കേട്ടോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത്. കോളം സൺസെറ്റൊക്കെ ഏകദേശം ആവാറായി. എൻ്റെ അമ്മ ഭയങ്കര അടിപൊളി വ്യൂ ആയി ഇവിടെ നിൽക്കുമ്പോൾ. ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് കാണാമായിരുന്നു. ഇപ്പം സൺസെറ്റ് ആയില്ല, പക്ഷെ എന്നാലും ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. ഹലോ ഗൈസ്, ഹേയാക്കുവിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു 5:30 ആയി കേട്ടോ. ഞങ്ങൾ ഒരു 6 മണിയാകുമ്പോഴത്തേന് ഞങ്ങൾക്കൊന്ന് പള്ളിയിൽ ചെല്ലണം. പള്ളിയിൽ നിന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് പൂവാറിലേക്കാണ്. അപ്പോൾ ഇതിനു മുമ്പേ ഞാൻ നിങ്ങളെ പൂവാറ് കാണിക്കാമെന്ന് വെച്ച് ഞാനൊരു വ്ളോഗ് ചെയ്തിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് നിങ്ങളെ പൂവാറ് കാണിക്കാൻ പറ്റിയിരുന്നില്ല. ഇന്ന് എനിക്ക് പൂവാറ് കാണാൻ പറ്റും, അതുപോലെ നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ പൂവാറ് എന്നാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാം. തുടർന്നുള്ള വിശേഷങ്ങൾ അവിടെ ചെന്നിട്ടും ബസ്സിനകത്തുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഞങ്ങൾ ഒരുങ്ങിയാണ്. നിന്റെ കൃപ കൂടെ ഇരിക്കണം. പ്രത്യേകിച്ച് ഞങ്ങൾ പോകുന്നതായിട്ടുള്ള ഉദ്ദേശം അവിടുന്ന് അറിയുന്നല്ലോ. ഇന്ദുലേഖ ഞങ്ങളിപ്പം പൂവാറെത്തി കേട്ടോ. കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. വണ്ടി ഇവിടം വരെ വരത്തില്ല കേട്ടോ, ബസ്. അപ്പോൾ ബസ് വെളിയിൽ നിർത്തിയിട്ട് ഞങ്ങൾ കുറച്ച് നടന്ന് അകത്തോട്ട് വന്നു. ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പം ക്യാമ്പ് തുടങ്ങാൻ പോവുക. സത്യം പറഞ്ഞാൽ 9 മണിക്കായിരുന്നു തുടങ്ങുന്നത്. ഞങ്ങൾ വന്ന് ലേറ്റായിപ്പോൾ ഞങ്ങളൊരു 10 മണിയായി. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കയറാൻ പോവാം. ഏകദേശം ഒരു 3:30 വരെ ഇവിടെ കാണും. അതിന് ശേഷം ഞങ്ങൾ ഔട്ടിങ്ങിന് പോകും. അപ്പോൾ തുടർന്നുള്ള വിശേഷങ്ങൾ ഞാൻ ഈ ക്യാമ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഔട്ടിങ്ങിന് പോകുമ്പോൾ നിങ്ങളെല്ലാവരെയും കാണിക്കാം. 6 hours later. യെസ്, അപ്പോൾ എന്താ പറയുന്നത്, ക്യാമ്പ് കഴിഞ്ഞു. എൻ്റെ അമ്മ സമയം ഇപ്പം 3:30 കഴിഞ്ഞു കേട്ടോ. 3:45 അല്ല 4 മണിയായി. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിൽ പോകുന്നുണ്ട്. ഏത് ബീച്ചാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പൂവാർ ബീച്ച് ആവാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഞങ്ങൾ പൂവാർ ബീച്ച് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം ഞങ്ങൾ പൂവാറൊന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് അവിടുന്ന് ഞങ്ങൾ വേറെ എവിടെ പോകുമെന്ന് ഇതേവരെ പ്ലാൻ ചെയ്തിട്ടില്ല. മുമ്പോട്ട് പ്ലാൻ ചെയ്യുന്നതനുസരിച്ച് ഞാൻ നിങ്ങളെ എല്ലാം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ തുടർന്നുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ചെറിയ രീതിക്ക് പണി കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ്. ഞങ്ങൾ ആക്ച്വലി ഞങ്ങളൊരു വഴി കൂടെ വന്നു. ആ വഴിയിൽ ബസ് പോത്തില്ലായിരുന്നു.
ഞങ്ങളൊരു ഏറ്റവും കുഞ്ഞു വഴിയിൽ ഇങ്ങനെ കയറിയിട്ട് പെട്ടിരിക്കുക, തിരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് നോക്കാം ഇനി എന്താ മുമ്പോട്ട് സംഭവിക്കുകയായിരുന്നു. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ പൂവാർ ബീച്ചിലായിരുന്നു എത്തുന്നത് കേട്ടോ. പക്ഷേ ഈ റൂട്ട് ഞങ്ങൾ കയറിയത് ഇച്ചിരി പണി കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി കയറ്റിയത് കൊണ്ട് മൊത്തത്തിൽ ബ്ലോക്കായി. കൃത്യമായ ഒരു കുഞ്ഞു വഴിയായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ കിടന്ന് പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇപ്പം ഏകദേശം ഞങ്ങളൊന്ന് വണ്ടി ഒന്ന് ഒതുക്കി, മറ്റ് വണ്ടികളൊക്കെ ഒന്ന് പാസ് ചെയ്ത് പോയി. അതുകൊണ്ട് ഇപ്പോൾ വലിയ ബ്ലോക്കില്ല. ഇപ്പം ഞങ്ങൾ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കും. മുമ്പിൽ പോയി തിരിക്കാനൊന്നും വഴിയൊന്നും ഇല്ലായിരുന്നു. പ്ലാനിൽ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. ഞങ്ങളിപ്പം പൂവാറിലോട്ട് പോകുന്നില്ല. ഞങ്ങൾ പൂവാർ പോകണമെന്ന് പ്ലാൻ ചെയ്ത്, പക്ഷേ വണ്ടി ബ്ലോക്കായി പോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പൂവാർ പോകുന്നില്ല. പകരം ഞങ്ങൾ കോവളം വന്നിരിക്കുകയാണ്. തുടർന്നുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. കോവളത്ത് മിക്കവാറും ഞാൻ ഇറങ്ങത്തില്ല കേട്ടോ. കോവളത്ത് നിന്നല്ല, ഞാൻ ബീച്ചിൽ ഇറങ്ങുന്നില്ല, എനിക്ക് തീരെ വയ്യ. അപ്പോൾ തുടർന്നുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ വഴിയെ കാണിക്കാം. ഒട്ടുക്കത്തെ വെയിലായിട്ടോ. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ വെയിലാണ്, ഞങ്ങൾക്ക് നല്ലോണം അറിയാം. എന്നിട്ടും ഞങ്ങൾ ഇവിടെ വന്നു. എന്തിനാന്നോ എന്തോ ഈ വെയിലത്ത് കിടന്ന് പുഴുങ്ങാനായിട്ട് ഞങ്ങൾ പിന്നെ ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ഇവിടെ ഉണ്ട്. ഈ വെയിലത്ത് എന്തോ ചെയ്യാനാ പ്ലാൻ? വെള്ളത്തിൽ ചാടാനോ? ജിസയ്ക്ക് എന്തോ ഐസ്ക്രീം വേണോ? സാവുച്ച ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. തുണി വെച്ചാൽ അവിടെ ഒരു റൂം ഇത് ബാത്റൂം ഉണ്ട്. സത്യം എൻ്റെ ബസ്സിൽ നിന്ന് തന്നെ തുണി മാറേണ്ടതാ. എൻ്റെ ബസ്സിൽ നിന്ന് സമയം ഇതില്ല കിട്ടാഞ്ഞോണ്ടാണ്, സാവകാശം കിട്ടാഞ്ഞോണ്ടാണ്. അവിടെ ഇതുണ്ടോ, ഒരു ഹട്ട് കണ്ടോ? അതെ, അതാ ഞാൻ പറഞ്ഞ സ്ഥലം പറഞ്ഞില്ലായിരുന്നോ? നമ്മളിവിടെ വന്ന് കുളിച്ചിട്ടുണ്ട്. അതെ. അയ്യോ, നല്ല സുഖമുണ്ട് കേട്ടോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത് കോവളം. ഞാൻ സത്യമായി നമ്മൾ എത്ര വട്ടം ചാടാൻ വന്നു ഇവിടെ. നമ്മൾ ഇന്നേ വരെ ഈ സാധനത്തിൽ നമ്മൾ കിടന്നിട്ടില്ല, ഒരു സാധനം ചെയ്തിട്ടില്ല. അത് ശരിയാ. ഇതൊരു പ്രത്യേക സുഖമുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഇതെന്താ അറിയാമോ, മറ്റേ അവിടെ നിന്ന് വെയിലടിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് വെയിലടിക്കുന്ന ഭാഗം ഈ കുട കറക്റ്റായിട്ട് നമ്മൾ കവർ ചെയ്യും. അതുകൊണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട്. എന്താ ജിസ ഇങ്ങനെ നോക്കുന്നത്? അങ്ങനെ ഞാൻ അങ്ങനെ എന്താ പറയുക കാല് നനയ്ക്കണ്ടെന്ന് വെച്ച് ഇനിയിപ്പം ഞാൻ കാല് നനച്ചു. ഇനിയിപ്പം ഒന്നും കൂടെ നിർബന്ധിച്ചാൽ ഞാൻ ഷർട്ടും പാൻറ്റൊക്കെ ഊരിടെ ഞാൻ വെള്ളത്തിൽ ചാടും. ആ ഒരു അവസ്ഥയല്ല ഇപ്പം ഞാൻ. എന്തുവാടാ ഇത്? യോ എന്നാ മത്സ്യകന്യകനോ? എടി എന്തുവാടി സദ്യ വിളമ്പാൻ പോന്ന? വേണ്ട. സൺസെറ്റ് ഒക്കെ ഏകദേശം ആവാറായി, 6 മണി ആവാറായി കേട്ടോ. എൻ്റെ അമ്മ ഭയങ്കര അടിപൊളി വ്യൂ ആയി ഇവിടെ നിൽക്കുമ്പോൾ കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കഴിഞ്ഞോ? അങ്ങനെ ശിവനച്ചാൻ കുളിച്ച് കുട്ടപ്പനായിരിക്കുകയാണ്. ഇനി പോയി തുണി മാറിയിട്ട് വാ. അതുകൊണ്ട് അവിടെ പോവാ.
എടാ പോകുന്ന വഴിക്കുണ്ടോ ഈ തുണി മാറുന്ന സംഭവം? ഇവിടെ നമ്മളെ ഇറങ്ങിയില്ല, അവിടെ ഉണ്ടോ? ഇല്ലടാ, ബസ്സിന് കയറി വരുമല്ലേ? ആ താഴേന്ന് മേളിൽ കയറി വരത്തില്ലേ? അവിടെ നിൽക്കാലോ. ആ എന്നാ പിന്നെ അങ്ങനെ നമ്മൾ ഈ ബെഡ് കുറച്ച് നേരത്തേന് കടം മേടിച്ചായിരുന്നല്ലോ. അപ്പോൾ അതിന് എന്താ പറയുക, നമ്മൾ പേ ചെയ്യണം. എത്രയായിരുന്നു ഇതിന്? 150 ഉള്ളൂ അല്ലേ? എത്ര ഒരു മണിക്കൂർ തന്നെ? ഓക്കെ, 1 മണിക്കൂർ തന്നെ 150 ഫെയർ ആട്ടോ, നല്ല പ്രൈസാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യേണ്ട സാധനം തന്നെ കേട്ടോ. ട്രൈ എന്ന് വെച്ചാൽ വലിയ സംഭവമൊന്നും ഇല്ല. 150 രൂപയ്ക്ക് മേടിക്കുക, നേരെ ഇവിടെ വന്ന് കിടക്കുക, അത്ര തന്നെ. പക്ഷേ ഒരു പ്രത്യേക ഒരു സുഖം കിട്ടും. പ്രത്യേകിച്ച് അവിടെ നിന്ന് വെയിലടിക്കുമ്പോഴേ, ഈ കുട ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വെയിലടിക്കത്തില്ല. അപ്പം ഭയങ്കര കാറ്റ് മാത്രമേ അടിക്കത്തുള്ളൂ, വെയിലടിക്കത്തേ ഇല്ല. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആണ് കേട്ടോ ഈ പരിപാടികൾ മൊത്തം. നമ്മളൊരു സൺസെറ്റ് ആയില്ല, ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് കാണാമായിരുന്നു. ഇപ്പം സൺസെറ്റ് ആയില്ല, പക്ഷെ എന്നാലും ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. സൺസെറ്റിനേക്കാളും ഭംഗിയുണ്ട് ഇതിന്. ആ ഇത് ഓൾമോസ്റ്റ് സൺസെറ്റ് ആണ്, പക്ഷെ ആയിട്ടില്ല. ഇതിപ്പോൾ കുറച്ചും കൂടെ ആവാനുണ്ട്. യെസ്, അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങൾ പോകാനാണ് സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്തത്. പൂവാർ ബീച്ചിലൊക്കെ പോകണമെന്നും അത് നിങ്ങളെ കാണിക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് കഴിഞ്ഞിരുന്നില്ല. ഇതായിരുന്നു റീസൺ. ഞങ്ങൾ വണ്ടി അവിടം വരെ കൊണ്ടുപോയി, പക്ഷേ വണ്ടി പകുതിക്ക് വെച്ച് സ്റ്റക്കായി. ഞങ്ങൾക്ക് പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റാതായി. പിന്നെ അവിടെ ഒരു അരമണിക്കൂർ അങ്ങനെ അങ്ങ് വേസ്റ്റ് ആയിപ്പോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല. ഞങ്ങൾ പിന്നെ കോവളത്ത് വന്നു. കോവളമാണെങ്കിലും എനിക്ക് ഇന്ന് വരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത അത്ര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ന് ഞാൻ കോവളത്ത് പോയപ്പോൾ കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് ആ സൺസെറ്റ്, ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ സൺസെറ്റ് ഇങ്ങനെ ലൈവായിട്ട് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ അടിപൊളി കോണ്ടൻസ് ഒക്കെ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും നാളെ കാണാം. അതുവരയ്ക്കും ബൈ.